ഇവര് രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്ന് തന്നെയല്ലേ? എനിക്ക് നല്ല സംശയമുണ്ട് രണ്ടും. തുടങ്ങി കരച്ചില്ല. ഇപ്പിടി കരച്ചില്ല അവൾക്ക്. അയ്യോ നീ അതെ അവൻ്റെ അടുത്തോ ചേട്ടാ. എടാ നിന്റെ അടുത്തേക്കാടാ. എന്താടാ അങ്ങനെ മനസാക്ഷി ഇല്ലാത്തവൻ? ഇതേ മാക്സ് അടുത്തവൻ. എന്താ അടുത്ത ആള്? മാക്സ് എന്ന് എൻ്റെ പേര്. ഹായ് മാക്സ്. എടി നിന്നെ മറന്ന്. ഗൈസ് വെൽക്കം ബാക്ക്. കുറേ നാളെ വീഡിയോ ഇട്ട്. ലാസ്റ്റ് ഇട്ട വീഡിയോ അന്ന് ഫാഷൻ ഫിലിം ഇട്ട വീഡിയോ ആണ്. പിന്നെ വീഡിയോ ഒന്നും ഇട്ടില്ല. കാരണം പണികൾ കുറേ ഉണ്ടായി. കോളേജ് കഴിയാറായി. അങ്ങനെ കുറേ പണികളായിരുന്നു. ഇത് അടുത്ത പട്ടി. ഇവൻ ഡാർക്ക് സർക്കിൾ കാലിന് വയ്യാത്തൊരു. ഞങ്ങളിപ്പോ ഇവനെന്ത് ആൽബി, അജു, ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഇപ്പോ ഏതായിരുന്നു ശീലം? യെസ്, അന്തപക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തുണികൾ, മെറ്റീരിയൽസ് ഇതെല്ലാം അവിടെ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ഫാബ്രിക്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മള് അവിടെ പോയി ഇതൊക്കെ മേടിക്കാൻ പോകണം നമ്മുടെ കോളേജ് പ്രൊജക്റ്റിന് വേണ്ടി. യെസ് ഇവിടെ കൊടുക്കൊണ്ടിരിക്കും. തുടങ്ങി രണ്ടും കൂടി. ട്രെയിൻ വ്ളോഗിൽ തൊട്ട് തുടങ്ങിയതാ രണ്ടും കൂടി. ഓ മറ്റേ പണ്ടത്തെ സിനിമയിലൊക്കെ കാണൂലേ, ബെസ്റ്റ് ഫ്രണ്ട്സ്. പോടാ ഒരിക്കലുണ്ടോ പ്രാരാബ്ദം? കുറെ നാളുകൾക്ക് ശേഷം ബ്ലിങ്കിറ്റും 4 പേരും കൂടെ പുറത്തിറങ്ങി. അതെ, പല സമയത്തായിട്ട് പലരും ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഒന്നിച്ച് ഇറങ്ങല് ഭയങ്കര കുറവാണ്. നമ്മൾ കടയിലെങ്കിലും പോവായിരുന്നു. ഇപ്പൊ അതുമില്ല. ബിഗ് ബാസ്കറ്റ് പോലും ഉപയോഗിക്കുന്നത്. ബിഗ് ബാസ്കറ്റ് ഒന്നും ആർക്കും വേണ്ട. ബ്ലിങ്കിറ്റിലാണെങ്കിൽ ഓർഡർ ചെയ്ത് ഞാൻ 10 മിനിറ്റ് കൊണ്ട് എത്തും. 10 മിനിറ്റിനുള്ളിൽ വരും. ബ്ലിങ്കിറ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ്. ബ്ലിങ്കിറ്റില്ലെങ്കിൽ നമ്മൾ ഇവന് വിടും. ചിക്കൻ കട വീണ്ടും മാറി. പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. അതൊക്കെ ആരടാ? എനിക്കുണ്ട് കൊമ്പ്. ഒരു കംഫർട്ടബിൾ യാത്രയാണോ കിട്ടുന്നത്? 30 രൂപ ഇതൊക്കെ കിട്ടും. എത്ര രൂപ? 30 രൂപ അങ്ങോട്ടേക്ക്. 20 രൂപ. 20 രൂപയ്ക്ക് ഇങ്ങനത്തെ യാത്ര ചെയ്യാൻ പറ്റുമോ? പകുതി കൊണ്ട് പുറത്താ, അറിയോ? തൊട്ട് നോക്കുന്ന പകുതി കൊണ്ട് പുറത്താ തൊട്ട് ഒന്നും പറയും കിട്ടിയില്ല. അതെ, ഒരു പ്രാന്തന്റെ വണ്ടി കയറി. അങ്ങനെ ഏതോ ഒരു ബൈക്കാരനെ കൊണ്ടിടിച്ചു. അങ്ങനെ വെളിവും വെള്ളിയാഴ്ചയില്ലായിരുന്നു. വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ട് മോനെ കുഴപ്പമില്ല, വണ്ടിയൊക്കെ ഇടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സോൾവ് ചെയ്ത്. ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ നീ വണ്ടി ഇടിക്കുന്ന പന്നിന്ന് തുടങ്ങും. പിന്നെ ആദ്യം ഇടി, പിന്നെ പൈസ, പിന്നെ ഒത്തുതീർപ്പ്. അങ്ങനെയാണ് നമ്മുടെ നാട്ടില്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. വണ്ടി ഇടിച്ച ആൾ സത്താനും പറയും മോനെ വണ്ടിയല്ലേ ഇടിച്ചുള്ളൂ എന്ന് പറയും. ഇനി ഞങ്ങൾക്ക് മെട്രോ കയറണം. ഇവിടെ ഫോൺ വെക്കാൻ പാടില്ല, വെടിവെക്കും. ഇവിടെ പ്രതീക്ഷ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഞങ്ങളെ
കൊണ്ട് കളയാനുള്ള പ്ലാനാന്ന് തോന്നുന്നുണ്ട്. ഇവന് പോലും അറിയില്ല പിടിക്കാൻ പോണെന്ന്. ട്രാവൽ ഗൈഡ് വേറെ ഗൈഡ് തപ്പുന്നു. എന്തോ സാധനം തെറിച്ചു പോയല്ലോ അവിടുന്ന്. തുപ്പിയതാണ്. ഓ എന്താ മീറ്റിയറാണ് മിലീനിയം സിറ്റി. ഇവിടെ വയലൻസ് ആട്ടോ. ഇവിടെ രണ്ടും തുടങ്ങി, വീണ്ടും ഫൈറ്റായി. ഇവൾക്ക് ഇവനെ അതെ എന്നാ പഠിക്ക് പോയിട്ട് എന്നാ പോയി പഠിക്ക് വെച്ചേ. ഇവൾക്ക് ഇവനെ കാണുമ്പോ തല്ലാൻ തോന്നും, ഇവന് ഇവളെ കാണുമ്പോ ഇടിക്കാൻ തോന്നും. എന്ത് ചെയ്യും? രണ്ടുപേർക്കും മൂടില്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യും? ഓഡിയൻസ് ഫോണോ? ഓ ശരി ശരി. റെയിൽവേ തളത്തിൽ ആ ബസ് വരുന്നു ബസ്സല്ലേ, സോറി, മെട്രോ വരുന്നു. പൊട്ടു എടാ പിടിയൊക്കെണ്ടാ. പൊട്ടുന്ന തോക്കാണ്, തൊടാൻ പറ്റില്ല. ഈ രണ്ടെണ്ണം പോയി ഇന്ന്. നിങ്ങൾ രണ്ടുപേരും പോയെന്ന് വിചാരിച്ച്. അല്ല ഞങ്ങൾക്ക് വഴി അറിയാം, ഞങ്ങൾക്ക് കാലങ്ങളായി വന്ന സ്ഥലമാണ് അല്ലേ. തിന്നാം. നിനക്ക് വിശക്കുന്നുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും പോയിട്ട് തിന്നാം, ഭക്ഷണം കഴിക്കാം. ഞങ്ങൾ സബ് 91 എന്നൊരു ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ എന്ത് വാങ്ങണം എന്ന് ചിന്തിച്ചിരിക്കുന്ന അജ്മീന, അപ്പുറത്തെ ചേട്ടൻ്റെ കാർഡ് എടുക്കുന്ന ഡോണ, തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൽബി, വീഡിയോ എടുക്കുന്ന ഞാൻ. ചിക്കൻ ഉണ്ട്, വിശന്നുണ്ടെങ്കിരിക്കുന്ന ആൽബിൻ. അവിടെ ആൽബിൻ ഡോണയും കൂടി ഓർഡർ പറയാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ സാധനം തന്നെ അവർ പറയണോ എന്നുള്ളത് കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. കാരണം രണ്ടിനും വെളിവില്ല, രണ്ടും നല്ല ടീമോട് പോയത്. ചില്ലി ചിക്കൻ റാപ്പ് എന്ന് പറയുമ്പോൾ ചില്ലി ചിക്കൻ ബണ്ണിനെ തിരിച്ചെന്നൊക്കെ പറയും ചിലപ്പോൾ. ഞാൻ ഐസ് ടീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ അത് എന്ത് ടീ ആവും അറിയാം. ഫുഡ് വന്നു ഗൈസ്. വെയിറ്റർ, ഇത് ചില്ലി ചിക്കൻ, ഇത് റോസ്റ്റഡ്, പിന്നെ ഇത് നിന്റെ സബ്, മറ്റേ നോ ഈവൻ നോ ഗാലപ്പിനസ്, റോസ്റ്റഡ്, ദിസ് ഈസ് മറ്റേ റാപ്പ് റോസ്റ്റഡ് ചിക്കൻ. ഞങ്ങളുടെ അല്ലേ? ഐസ് ടീ കൊള്ളാട്ടോ. ഇന്ന് ഇന്ത്യയാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പറുണ്ടാ. നിന്റെ എന്ത് തന്നെ പച്ച കളർ ഇരിക്കുന്നതിന്റെ? എടാ നിന്റെ പച്ചലെടുത്ത് നോക്ക്, ഇവന് മൊത്തം പച്ച കളർ ഇരിക്കുന്നത്. എങ്ങനെ ഇട്ടോണ? കൊള്ളാന്ന് പറഞ്ഞു. ഇതെങ്ങനെ? ഞാൻ വെള്ളം എടുക്കട്ടെ. മുമ്പൊരു ബൈറ്റ് സ്ലോ റിയാക്ഷൻ ആണല്ലോ. സ്വാദങ്ങ് വരുന്നില്ലായിരിക്കും. ഫ്ലേവർ എത്തിയിട്ടില്ല. പച്ചച്ചെണ്ണയിട്ട് ദിവസമാ. എന്തായി? കുഴപ്പമൊന്നുമില്ല. പച്ചക്കറി ഭയങ്കര കൂടുതലോട്ടോ, ഭയങ്കര വെജിറ്റബിൾസ്. എനിക്ക് ഇഷ്ടമല്ല. ആദ്യം തക്കാളി കണ്ടുപിടിച്ച് തക്കാളി പ്രസവം എടുത്തു. തക്കാളി റോളാന്ന് തോന്നുന്നു മേടിച്ചത്. ഡോണയ്ക്ക് മാട്രിമോണി സൈറ്റിൽ നിന്ന് ഫോൺ വന്നു കഴിച്ചു. ഡോണ എങ്ങനെയുണ്ട്? എന്ത് പറഞ്ഞു അവര്? ഞാൻ പറഞ്ഞു
മാട്രിമോണിക്കാരോട് പറഞ്ഞ് ക്രിസ്ത്യൻ മാട്രിമോണിയിൽ നോക്കുന്നുണ്ട്, അതുകൊണ്ട് കേരള മാട്രിമോണി വേണ്ട. ക്രിസ്ത്യൻ മാട്രിമോണിയോട് പറഞ്ഞു കേരള മാട്രിമോണി നാളെ പിന്നെയും വിളിക്കും. ചേട്ടന് പെണ്ണാറ് ചേട്ടൻ കെട്ടിയെന്ന് കഴിഞ്ഞ ആഴ്ച കെട്ടി. ആ അത്രേ ഉള്ളൂ. ഈ കൊച്ചിന് കഴിഞ്ഞിട്ടില്ല, പയ്യെ തിന്നു. പയ്യനെ തേടുന്നുണ്ട്, അടിയിൽ കമന്റ് ചെയ്യേണ്ടതാണ്. അതെ, പയ്യനെ തേടുന്നു, നീയാണോ തേടുന്നത്? അല്ല, അവള് അജുവിന് ഈ കടിച്ചോണ്ടിരിക്കുന്ന കുട്ടിക്ക് വേണ്ടി നമ്മൾ വരനെ ആവശ്യമുണ്ട്. ഇവളുടെ ചേട്ടന് പെണ്ണിന് ആവശ്യമുണ്ട്. എന്റെ ചേട്ടൻ പെണ്ണിന് ആവശ്യമുണ്ട്. ചേട്ടന്റെ പേരെന്തായിരുന്നു? ചേട്ടന്റെ അല്ല, ചേട്ടന്റെ പേരെന്തായിരുന്നു? ചേട്ടന്റെ പേര് ആ, അപ്പൊ ഡെൻസു/ഡെൻസു2 എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. പെണ്ണിന് ആവശ്യമുണ്ട്. ഡെൻസു/പെണ്ണ് എന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാല് നമുക്ക് പെണ്ണിന് കിട്ടുന്നതാണ്. ഓ വെരി ഗുഡ്. പോസ്റ്റ്മോർട്ടം എന്നാണ് നെയിം. അച്ചു ഡെസ്റ്റിനേഷനിലെത്തി. മെയിൻ മാർക്കറ്റ് എവിടെയാന്ന് അറിയത്തില്ല. എടി എത്രയും ചോദിക്കേ? അല്ല കൂടെ പോകാനുള്ള എത്രയാ നോക്കിയേ? അല്ല ഗൂഗിൾ പേ ഉണ്ടോ ചോദിക്കുന്നത്? നമ്മളിങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ പോകുകയാണ് ഗൈസ്. നമ്മളിങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഇട്ട് പോവുകയാണ് ഗൈസ്. ഇതെന്റെ വായ മാത്രമേ കാണുള്ളൂ. കുറച്ചുകൂടി ക്യാമറ ബുക്ക് ചെയ്ത് സത്യമായിട്ട് ഞാൻ രാജാണ്. അച്ചമാങ്കോയോ? കച്ചമ്പർ. മെറ്റീരിയൽസിനെ ഹിന്ദി പറയുന്ന പേരാണ് അത്. ആ മാർക്കറ്റ് ഗൈസ്, നമ്മൾ തുണി മാർക്കറ്റിലെത്തി. തുണിയൊക്കെ മാർക്കറ്റ്. ഈ ചെവിട കേൾക്കാത്തവനെ കൊണ്ട്, ഈ അപ്പാപ്പനെ കൊണ്ട് തോറ്റ് ചെവിട്ടില് സൂനയും വെച്ച് അടക്കുക. ഇതൊക്കെ നല്ല മതി. ഞങ്ങൾ എവിടെയോ കൊണ്ടുപോകുന്നു. ഹേ സ്ത്രീ, ഇത് എവിടെയോ കൊണ്ടുപോകുന്നത്? തുണി കുറേ ഉണ്ട്. ഇവിടെ എന്തോ അജന്താന്നൊക്കെ കൊണ്ട് പോകുന്നുണ്ട്. അല്ല സാറ്റലൈറ്റ് വാങ്ങാൻ പോണേ. സാറ്റലൈറ്റോ? നീ എന്താ നമുക്ക് ആദ്യം ഓരോരുത്തരുടെ ഫിനിഷ് ചെയ്യാം, അതായിരിക്കും നല്ലത്. അല്ല ഞങ്ങൾക്ക് കിട്ടുമ്പോ ഞങ്ങൾ നോക്കാം. ഇവർക്ക് രണ്ടുപേർക്കും തുണി വേണം, പിന്നെ ഇവനും വേണം. എടാ നീ ഷർട്ടൊക്കെ അടിക്കാൻ തുണിയൊക്കെ മേടിച്ചോണ്ടാ? കോട്ടൺ വേണം, എനിക്ക് ലിനൻ മതി. ഇത്തിരി കൂടെ കട്ടിയുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും. ടെക്സ്ചർ കണ്ടോ ഗൈസ്? ടെക്സ്ചർ നല്ല ടെക്സ്ചർ ആണ് കേട്ടോ. അമ്മക്ക് എന്താ വേണ്ടത് വിളിച്ചു നോക്കാം. ആ വിളിച്ചു നോക്കി. അമ്മ എന്തെങ്കിലും ഇവിടെ തുണി തപ്പുന്നു. ഡോണയ്ക്ക് തുണി കണ്ട് ഭ്രാന്തായി. ഇവനെ തുണി വാങ്ങണമെന്നുണ്ടോ ഞാൻ വന്നു. എന്നിട്ട് ഇവനെ വായം വരലിട്ടിരിക്കുന്നത്. പോയി ചോദിച്ചിട്ട് വാ. 450 एक के लिए कितना? एक इसमें 200 रुपए से लेके 300 रुपए तक की टोल है. कोई 200 की है, कोई 200 ഉണ്ടെന്ന്. ഒരു കിലോയ്ക്കാണോ? ഒരെണ്ണത്തിന്. ഓക്കെ, ഒരെണ്ണത്തിന് 200 വേണോ? എന്നാടുക്ക്. കിലോ കണക്കിനൊക്കെ 1 കിലോയ്ക്ക് 600 രൂപ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അവിടെ കിലോ കണക്ക് ടവല് വാങ്ങ്, എന്നിട്ട് വിക്ക്. ടവല് കൃഷിയോ? ബിസിനസ്. ആ ഞാൻ പിന്നെ എന്റർപ്രണർ. ടവൽ ബ്രാൻഡിന്റെ എന്റർപ്രണർ. ബ്രാൻഡ് അംബാസിഡർ പോയത്. ഡോണയ്ക്ക് തുണി കിട്ടി. ഡോണേ എന്ത് തോന്നുന്നു? ഡോണയുടെ ഒന്നാമത്തെ അയ്യോ അണ്ണ അഡ്വർടൈസ്മെന്റാ ഇടയ്ക്ക് പോണതാ. ഡോണേ എത്രയാ? അത് 1 മീറ്ററിനാണ്. അങ്ങനെ ഓക്കെ. ഡോണേ എന്ത് തോന്നുന്നു? തോന്നാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെ പഠിച്ചിട്ട് കിട്ടുമെന്നുള്ളത്. भैया नीचे वाले ये वाला ये डार्क वाला ये वाला
അതധികം ബുദ്ധിമുട്ടാണ്. നാലാളെ വിളിച്ചുകൊണ്ട് വരണം. ആ ഉള്ളിൽ നിന്ന് മുറിച്ചിട്ട് തരാന്ന്. വാ നമുക്കും പോവാം. ഗൈസ് നമ്മൾ തുണിയുടെ കൂടെ അന്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുണികൾ 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 തുണികൾ. ഒരു ടെക്സ്റ്റൈൽ ഡിസൈനറിന്റെ അക്കൗണ്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഇതാണ് ബൂംചിക്കവാവ എന്റർപ്രൈസസ്. ചെരുപ്പൂര മടിയായതുകൊണ്ടും. എടാ ചാക്ക് ഇത് കണ്ടു, ഏതോ വലിയ സ്ഥലത്തേക്കാ പഠിച്ചത് വലിയ സ്ഥലം. എന്ത് പഠിച്ചത് വലിയ സ്ഥലം. നീ എന്താ അതേ കുറിച്ച് പറയുന്നത്? എന്ത് മെറ്റീരിയല? സത്യമായിട്ട് ഞാൻ തൊട്ടേയുള്ളൂ. തുണി ഡോണ, തുണി ഡോണ. നോ എൻട്രി വിത്തൗട്ട് ഫേസ് മാസ്ക്. തുണി ഈ വണ്ടി എങ്ങട്ടാ? ഓ വണ്ടി മേലേക്കായിരുന്നോ? അത് മറ്റേ കൂടെ പൊക്കോ അതിലൂടെ. എന്നോട് ടെക്സ്റ്റൈൽ ഡിസൈനർ എന്നോട് തുണിയുടെ പേര് ചോദിച്ചത്. ഞാൻ തൊട്ടും തിന്നൊക്കെ അറിയാം. മണത്തും തൊട്ടും ബുദ്ധി ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ തൊട്ട് മണത്ത് അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അവരോട് തന്നെ ചോദിക്കാം, അവർക്കറിയില്ല. മൂട്ടാന്ന് ജിമ്മിലൊക്കെ പോകുമ്പോൾ ഗായ്സ് ഡബ്ല്യു അല്ല എം. അത് ഡബ്ല്യു എന്താ എം ആയ എന്താ ഡബ്ല്യു എന്താ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇതർ സാരേ ലോക തുണിയെ, അതായത് മൊത്തം സ്ഥലത്തും തുണിയാണ്. അമ്പോ ഈ ഒരു കെട്ടെടുത്തോണ്ട് ഓടിയാലോ. എനിക്ക് എന്തിനാ വെള്ള തുണി? അറിയോ വെങ്കഞ്ചേട്ടനായിട്ട് ഇറക്കാം. പൈസ എറിയേ ഡോണ, പൈസ എറിയുന്നു. പൈസ വീശുന്നു ഡോണ. ഡോണ എത്ര പൊട്ടിച്ചു? ഹായ് ബായ്. ഓ അമ്മ വഴി കാണിച്ചെന്നാ ആൽബിരാ ഇങ്ങോട്ടാ. േടാ ഇവിടെ ഒരു ചാക്കിന് വിൽക്കുന്ന ഇവിടെ അധോലോക തുണിയുടെ. ആ എന്തോ പറയുന്നോ കൊച്ച്. വീണ്ടും ഞങ്ങൾ തുണികളുള്ളിൽ കൂടെ സഞ്ചരിക്കുന്നു. ഹായ് നല്ല തുണി. ദേടാ നിന്റെ പോലെ അതേ പേരുള്ളത് ആസ്തോ എന്റർപ്രൈസസ്. അങ്ങനെ വെക്കണ്ട ആൽബർട്ട്. ടവൽ ടവൽ എന്റർപ്രൈസസ്. ചേട്ടാ ഇത് തുണിയാണ്. നിന്നെ ഇടിക്കും അങ്ങനെ തൂങ്ങി ചോദിച്ചാൽ. ഇതെന്നാ തുണി? ഇത് എല്ലാത്ത ചാതരം. പൂവൊക്കെ ഉണ്ട് കണ്ടോ? പൂ കണ്ടാ അറിയാം. അടുത്ത കൊല്ലുണ്ടാക്കി ആടാ മെർമെയ്ഡ് ഷൂട്ടിന് പറ്റിയ. ഓ ഇതുകൊണ്ട് ഷർട്ട് അടിച്ചാലോ? രാവിലെ പോകുമ്പോ നീല, വൈകുന്നേരം പോകുമ്പോ സിൽവർ. ഓ കിട്ടില്ല സാധനം. ഇത് മാറുമോ? ജാതി സാധനം. റെഡ്. ഷർട്ടടിച്ചാലോ? രാവിലെ പച്ച, വൈകുന്നേരം ചുമല. സെറ്റ് ആവൂലേ? ഇതുണ്ട് നീലുണ്ട്. കാണിച്ചറാ. സാഡായി പോയി. ഇനിയുണ്ടോ? ആ ആ മോട്ടാന്ന് പറഞ്ഞാ പോലെ. ഇത് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ? സിൽവർ, ഗോൾഡ്, പിങ്ക്, എല്ലാ കളറുണ്ട്. ഷർട്ട് അടിച്ചാൽ പൊളിക്കുക. ഇതെന്താ കല്യാണം? നീ പോയടാ നിന്റെ ടവല്. ടവൽ എന്റർപ്രൈസസ്. ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്താണ് എന്റർപ്രൈസസ് ആവണം. ദേടാ കുഴി, ഒരു കുഴിയുണ്ട് കേട്ടോ. കണ്ടോ? എനിക്ക് വേണ്ട ഇവിടുന്ന് തുണി ഉണ്ടാക്കിട്ട് ഇട്ടോ കൊടുക്കുന്നുണ്ട്. സാറ്റ്സോ 700 അമ്മേ ഇതെന്താ ബെഡ്ഷീറ്റിന് തുണിയാ? 500 താഴെയുള്ള കാണിക്കാൻ പറ. भैया इसमें 500 में नीचे वाला कौन सा है? 500
ഏറ്റവും 400 മാത്രമുള്ളത് മാത്രം, ബാക്കിയെല്ലാം ഇത് വാങ്ങി ചുമ്പടിക്കും ഞാൻ. എടാ നിന്റെ കല്യാണത്തിന് നീ ഇവിടെ തന്നെ മേടിച്ചാൽ എന്തിനാ കാശുകളാണ് ആ എന്റെ ലുക്ക് കിട്ടിയാ പോരെ. റിച്ച് രണ്ടും കൂടെ അങ്ങോട്ട് പോയി എന്നിട്ട് പോവല്ലേ. പോടാ പറ്റില്ല. ഈ കടയിൽ കയറിയിട്ട് ഹലോ കയറിട്ട് മറ്റേ സോനപ്പാപ്പടി എടുത്ത തുണി, ചുമ്പിച്ചാവില്ലേ സോനപ്പാപ്പടി അല്ല ഞങ്ങൾക്ക് തോന്നുന്ന കാര്യം ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ? സോനപ്പാപ്പടി വരെ തോന്നും. പിന്നെ എന്തായിരുന്നു മീനിന്റെ ചതമ്പല്, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് അല്ല സോനപ്പപ്പടി നിന്റെ ടമൽ ഫ്രണ്ട്സ് അല്ലേ? തുണി വാങ്ങുന്ന സ്ഥലത്ത് ഒരുത്തൻ തുണി ഇടാണ്ട് നിൽക്കുന്ന കണ്ടോ? കാണിച്ചു തരാം. അങ്ങനെയല്ല, ഷർട്ട് കണ്ടോ? പാവം, ഇത്രയും തുണിയുള്ള സമയത്ത് ഒരു ഷർട്ട് വാങ്ങാനുള്ള പൈസ പോലും തുണി വാങ്ങി കൊടുക്കമ്പ. അവന് തുണി കൂടുതലായിട്ടാ. ആടോ ഞാനും തൊടട്ടെ. ആ തൊടുമ്പോ നല്ല സുഖമുണ്ട്. എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഏതോ ഒരു ലിനൻ ഷോപ്പിൽ ഏതൊക്കെ തുണികളുണ്ട് ഇവിടെ. അവര് അവിടെ തുണി തപ്പിക്കൊണ്ട് നടക്കുക. ഇതിൽ കുറച്ച് എക്സ്പ്ലോർ, കുറച്ച് നാട്ടുകാരെ ഇടി വാങ്ങിച്ചു കൂട്ടാന്ന്. ഇവനെനിക്ക് ഇടി വാങ്ങിച്ചു തരും കൂടുതൽ. ഫസ്റ്റ് തരാൻ പോണ എനിക്ക്. നമ്മളിന്ന് ആദ്യത്തെ ഇടി ആ കടയിൽ ഈ കടയിൽ ഒന്നും ഇല്ലടാ. ഈ കടക്ക് ലിഫ്റ്റ് ഒക്കെ ഉണ്ടോ? നമ്മളെന്തിനാ ഇവിടെ വന്നേ? മേലേക്ക് ഉണ്ടോ? ഫസ്റ്റ് ഫ്ലോറൊക്കെ ഉണ്ട്. പാൻറ്റിന്റെ തുണിയാണ് ചവിട്ടി മരിക്കുന്നു. നല്ലത് പാൻറ്റിന്റെ തുണിയാണ്. ഇത്ര കട്ടിയോ? ഇവനറിയത്തില്ല. ഞാൻ ചോദിക്കാം അജു. ഇവിടുന്ന് വിളിക്കാം. അവിടെ ഓടിച്ചിട്ടടിക്കുന്നെ. ഇതൊരു സ്കൂൾ പാൻറ്, ഇതൊരു ലുങ്കിമുണ്ടല്ലേ? എനിക്കറിയാം, വെറുതെ പറയണതാ. ബാഹുബലി യുദ്ധമൊക്കെ നിർത്തിയപ്പോ 1.5 എന്റർപ്രൈസ് 80 എന്ന് പറഞ്ഞാൽ 80. ഇപ്പൊ സ്വന്തമായിട്ട് ബാഹുബലി ഇപ്പൊ എന്റർപ്രൈസസ് ഒക്കെ തുടങ്ങി. യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ, സീസൺ കഴിഞ്ഞ്. ബാഹുബലി എന്റർപ്രൈസസ് തുണിയൊക്കെ ഇട്ട് തുടങ്ങി. എടാ ബാഹുബലി എന്റർപ്രൈസസ് കണ്ടോ? യുദ്ധമൊക്കെ കഴിഞ്ഞു. ബാഹുബലി ഡോണയുടെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് എന്തെങ്കിലും ട്രിംസ് ഒക്കെ എടുക്കാനുണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. അതെ, അത് തന്നെ. ഈ തുണിയുണ്ടോ? ഞങ്ങൾ തിളങ്ങുന്ന ഒരു കട കണ്ടു ഞങ്ങൾ. നോക്കി തിളക്കം. നേടാ പുല്ലിൻ്റെ ടെക്സ്ചറുള്ള തുണി, സിംഹത്തിന്റെ പൂട പോലത്തെ തുണി. ആ സിംഹപ്പൂട പോലത്തെ ഇട്ടാലോ? കുറച്ച് സമയം നടക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ക്ഷീണിതയായി. ഞങ്ങൾക്ക് ഒരു 5 ചാക്കും തന്നിട്ട് അവർ പോയി. ഇവനുള്ള തുണി ഓൾമോസ്റ്റ് സെറ്റായി അല്ലേ? മറ്റേ അവിടെ നിന്ന് ഒരു കട കണ്ടിട്ട് തുണി ഇവനറിയാൻ പാടില്ല, അവരെടുത്ത് കൊടുക്കുന്നു. ഇനിയും അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്തോ അസൈൻമെന്റ് എന്തോ ആണത്. ഇങ്ങനെ വീട്ടിക്കല്ല കേട്ടോ, അസൈൻമെന്റ് ഒന്നല്ല. Much later. ഗൈസ് ഇവിടെ കച്ചവടം തുടങ്ങി. ചേട്ടാ ഇതിനെത്രയാ? ഇത് കിലോ 39 രൂപ. ഓക്കെ, എന്നാ ഒരു 6 കിലോ എടുത്തോ. ഇറങ്ങി നാടകം ഇറക്കാൻ. സീബ്ര തുണിയാ? അവിടെ ഡോണ എന്ത് ഡോണ ഷർട്ട് എടുക്കാൻ പോയി. ബാബയോ? ഇവിടെ പണിക്കെടുത്താരാ? പുറത്താക്ക്. കൂട്ടത്തില് രണ്ടാമത്തെ പൈസ പോകാൻ പോകുന്നു. പൈസ 11,000 രൂപയോ? ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കി ചെയ്യുന്നത് ഇവനാണ്. 4,000 രൂപ. നീ എത്ര പൊട്ടിച്ച്? ഞാൻ മൊത്തം പൊട്ടിച്ചേക്കുന്നത് 5, 6, 7, 8 രൂപ. നീ തോറ്റടാ. 8 രൂപ പൊട്ടിച്ചോളൂ. തോർത്തും വാങ്ങാണ്ട് തോർത്ത് വാങ്ങി 4,200 രൂപയുള്ളൂ. എടാ ഞാന്
ടർക്കി ബിസിനസ് എത്രയാണെന്നറിയോ? 4 ടവൽ ടവൽ കമ്പനി കണ്ടിട്ടുണ്ട്. മൊത്തം 10 ഗാർമെന്റിനുള്ള 8 ഗാർമെന്റിനുള്ള സാധനം ഈ ബഡ്ജറ്റ് തുടങ്ങി ഇവിടെ വെറും മേടിച്ചേക്കുന്ന 4 കുറച്ച് സാധനം മേടിച്ചിട്ടാണ് ഒത്തിരി പൈസ ചെലവാക്കി. ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡന്റ് എനിക്കിതൊന്നും ആവശ്യമില്ല. ഞാൻ ഫാഷൻ ഡിസൈനിങ്, ഇതാണ് എന്റെ ജീവിതം, ഇതിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ ഇതല്ല ജീവിതം. ഞാൻ പുള്ളി വരെ നോക്കിയിരിക്കുന്നു, വെള്ളം ഇറക്കണം. മൊത്തം 5 മീറ്റർ വെച്ച് മേടിച്ചേ. മൂക്കട്ട പറ്റി കളഞ്ഞവള് ഒറ്റ. ഇനി അജു പൈസ കളയാൻ പോകുന്നു. 11.60. ടവലൻ ടവൽ എന്റർപ്രൈസസിലേക്ക് വീണ്ടും സ്വാഗതം. ടവലൻ ടവൽ ടവലൻ ടവല് എനിക്ക് വേണ്ട, അവനെ വേണ്ടേ? പച്ചയോ മഞ്ഞയോ? എടാ റെഡ് എടുക്കടാ, ആൽബി റെഡ് എടുക്ക്. ആൽബി റെഡ് എടുക്കടാ. എന്ത് റെഡ് പൊളി ഇവന്? എടി ഇവന്റെ റെഡിന്റെ ചരിത്രം നിനക്ക് അറിഞ്ഞൂടെ? ഇപ്പം ഞങ്ങൾ ട്രിംസ് വാങ്ങാൻ വന്നിരിക്കുകയാണ്. ഇതൊരു തയ്യൽക്കാരുടെയും ഡിസൈനേഴ്സിൻ്റെയും ഒക്കെ ഒരു നോക്കൂ. ഓ മൈ ഗോഡ് ഗൈസ്, കുറേ സാധനങ്ങളുണ്ട്. കുറേ സാധനങ്ങൾ രാവിലെ ഇറങ്ങി രാത്രി ആയാലും ഇവിടുന്ന് പോകാൻ പറ്റില്ല, എത്ര സാധനങ്ങളുണ്ട്. തപ്പിയെടുക്കണം. ഓൾമോസ്റ്റ് എല്ലാ സാധനവും കിട്ടിയിരിക്കുന്നു. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ പ്രാന്താണ് ഗൈസ്. ആൽബി ഇവിടെ ഇരിക്കുന്നു, എൻ്റെ ഫോൺ തിരിച്ചു കിട്ടി. എൻ്റെ അടുത്ത് കുച്ചിനെഹീന്ന് വീട്ടിൽ പോകുന്നു. എനിക്കൊരു ബ്ലൂ കളർ വേണമായിരുന്നു, അത് കിട്ടിയില്ല. എന്നാലും പറയേ നമ്മുടെ വീടിന്റെ അവിടെ ഒരു കടയില്ലേ താഴെ, അവിടെ പോയിട്ട് ടർക്കിയാണ് അവനതിന് പുതപ്പെന്ന് പറയുന്നത്. ഇവിടെ ചെയ്യാടാ, 100 രൂപയ്ക്ക് അവിടെ ചെയ്യാം. ഗായ്സ് ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ എത്തി. മുഖമൊക്കെ നമുക്ക് രാവിലെ മുല്ലപ്പൂ പോലെ ഇല്ലാതായി മക്കളെ. നല്ല പൊല്യൂഷൻ ഉണ്ട് ഗൈസ്, നല്ല പൊല്യൂഷൻ. ഇവിടെ വെക്കാൻ നോക്ക്. ഇനി ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ നിന്നും വീട്ടിലേക്ക് പോകണം. കല്യാണ സാരി, കൊടവ മാറ്റം. കൊടവയറ് കൊടവ മീൻസ് കല്യാണ സാരിക്ക് പറയുന്ന പേര്. കൊടവ മാറ്റം എന്ന് പറഞ്ഞാൽ ഉത്സവത്തിനുള്ള സംഭവം അല്ലേ? കൊടമാറ്റം, അത് കൊടമാറ്റം. ഇത് കൊടവ മാറ്റത്തിൽ നമ്മള് സാരി കൊടുക്കല്ലേ? ഞങ്ങൾ കൊടവ കൊടുക്കാം. നമ്മള് വിരിപ്പാവ് സാരി കൊടുക്കുക. ആരേലും കൊടുത്തു, എനിക്ക് വേണ്ട. മെട്രോ കിട്ടി, മെട്രോ കിട്ടി, മെട്രോ കിട്ടി. അപ്പുറത്താരാ? നീയാണോ ജാനിക്കുട്ടി? നീ ജാനിക്കുട്ടി. ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി, ഓട്ടോ അല്ല ക്യാബ് കിട്ടി. എന്റെ ഞങ്ങൾക്ക് ക്യാബ് കിട്ടി ഗായ്സ്. 1, 2, 3, 4 പേർക്ക് 3 പേരുടെ സീറ്റ് വെച്ച് മേടിച്ചു. ഇനി വീട്ടിൽ എത്തിട്ട് കാണാം. ട്രാൻസിഷൻ. ആൽബി വായ തുറക്ക്. ട്രാൻസിഷൻ. ഇവിടെ ആൽബി ഫ്ലാഷ് അടിച്ചറാ കൊട്ടെ. ഗൈസ് വണ്ടിയൊക്കെ എടുത്തു. വണ്ടി അങ്ങേരും ഡിക്കി അടച്ചു എന്ന് കാണിച്ചിട്ട് പോയി. ഞങ്ങൾ അപ്പോ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം എന്ന് വിചാരിച്ചതാ. അഡ്ജസ്റ്റ് ചെയ്യാൻ കരുതി പറഞ്ഞത് ഇത് അറിഞ്ഞിട്ടില്ല. ഇത് ചേട്ടൻ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഇല്ല മോനെ കുഴപ്പമില്ല പിടിച്ചിരുന്നു. അത് പിടിച്ചോണ്ടിരുന്നോളാം. പിടിച്ചോണ്ടിരിക്കുക. ശരിയെന്നാ ഞങ്ങൾ ഓഫ് ചെയ്തിട്ട് അവിടെ എത്തിയിട്ട് കാണാം. വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാൻ അതന്നെ ചേട്ടാ. ചേട്ടാ ഡബ്ല്യു കാണിച്ച ഇങ്ങനെ അങ്ങനെ. യെസ് വി ആർ ദ ബാക്ക്. WST ഗൈസ്. വേറൊരു ചേട്ടൻ കൂടി ഉണ്ടായിരുന്നു, ചേച്ചിമാരാണ് ഇരിക്കണോളൂ. ചേട്ടൻ ഇവിടെ. ചേട്ടാ അകത്ത് കയറ്റുന്ന പറഞ്ഞ ഫ്ലാറ്റ് അകത്താണോ? ഒരു പട ഇളകി വരുന്നു. പൈസ കൊടുത്തു ഞാൻ. ഓ അതൊക്കെ കൊടുത്തു. ഇറങ്ങിയാൽ മാത്രം മതി നിങ്ങളിനി.
ഇറക്കട്ടെ പോന്നോട്ടെ ആരും പോരുന്നില്ലല്ലോ. താങ്ക് യു ഭയ്യ. ഇങ്ങനെ ഇവിടെ ठीक है भैया, थैंक यू भैया, बाय भैया. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി വീട്ടിലെത്തി. ബാ ഔട്ടർ കൊണ്ട് പോവാം. ബാ എല്ലാവർക്കും ഔട്ടർ പറയൂ. അപ്പൊ ഗായ്സ് പഠിക്കുന്ന വലിയൊരു സ്ഥലത്താണ്. അവൻ ഇൻഫെക്ഷനാ, അവൻ ഇൻഫെക്ഷനാ. നമുക്ക് ഔട്ടർ ചേട്ടാ baca പരിഷ്കാരി baca മലയാളി പുരുഷ മുതലാളി മദ്യം മദിരാശി വായെടുത്താൽ വായാടി വാക്കെടുത്താൽ വാക്കത്തി. ഒരു തവണ ചാടിച്ചു വിടുള്ളൂ. അതെ, പിന്നെ നീ ഉണ്ടാവൂല.